നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാനാവില്ലെന്ന് കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നും സഹോദരൻ FB പേജിൽ വ്യക്തമാക്കി. ദിയാധനം വാങ്ങാൻ കഴിയില്ലെന്നും സഹോദരൻ പറയുന്നു. സിബി ചേരുന്നു ദില്ലിയിൽ നിന്ന്. സിബി, ഇന്നലെ എല്ലാവരെയും സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ ഒരു വാർത്തയായിരുന്നു വന്നത്. ഇന്നിപ്പോൾ അത്ര ആശ്വാസകരമല്ലാത്ത ഒരു വാർത്ത പുറത്തു വരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, തീർച്ചയായും ആശ്വാസകരമായ വാർത്തയാണ് ഇന്നലെ വന്നതെങ്കിൽ ഇന്നിപ്പോൾ തീർത്തും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. അതായത് യമനിലെ ഈ ഒരു കൊല്ലപ്പെട്ട ഈ തലാലിൻ്റെ കുടുംബം, ആ കുടുംബത്തിൽ ഈ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാനാകില്ല എന്ന് സഹോദരൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ സഹോദരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സഹോദരനായ അബ്ദുൽ ഫത്താഖ് മഹ്ദി ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്, നിമിഷപ്രിയയ്ക്ക് ഒരു കാരണവശാലും മാപ്പ് നൽകാനാവില്ല, ഈ ദിയ പണം സ്വീകരിക്കാൻ കഴിയില്ല, നിമിഷപ്രിയയുടെ ഈ വധശിക്ഷ നീട്ടിവെച്ചിരിക്കാം, പക്ഷേ വൈകിയായാലും ഈ വധശിക്ഷ നടപ്പാക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത് തനിക്ക് എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. മാത്രമല്ല, ഒരു രീതിക്കും ഒരു ഒത്തുതീർപ്പിനോ ചർച്ചകൾക്കോ ഇല്ല എന്നും ഒരു ഒത്തുതീർപ്പിനും വഴങ്ങില്ല എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ ഈ തലാൽ അബ്ദു മഹദി, കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ സഹോദരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. അതായത് ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു നിലപാടാണ് ഈ തലാലിൻ്റെ സഹോദരൻ ഫേസ്ബുക്ക് പേജ് വഴി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഒരു വശത്ത് ഈ തലാലിൻ്റെ കുടുംബവുമായിട്ടും എല്ലാം തന്നെയും ഇത്തരത്തിൽ ചർച്ചകൾ ദിയ പണം സംബന്ധിച്ചും കൂടാതെ മാപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കൂടാതെ ഇന്നലെ ഈ വധശിക്ഷ നീട്ടിയതിന് പിന്നാലെയാണ് ഈ സഹോദരൻ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്തരത്തിൽ ഇട്ടിരിക്കുന്നത്. മാത്രമല്ല, അവിടെ ഈ ഗോത്ര വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ യമനിലെല്ലാം നിലയും ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലെല്ലാം നിലയും ക്യാമ്പയിൻ അടക്കം സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലെല്ലാം നിലയും വാർത്തകളും ആശങ്കാജനകമായി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ഒരു നിരാശ നിറഞ്ഞ അല്ലെങ്കിൽ ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് എന്ന് പറയാം. പക്ഷേ അതേസമയം തന്നെ കാന്തപുരം അടക്കമുള്ള നേതാക്കൾ അല്ലെങ്കിൽ അവരെല്ലാം നിലയും സൂഫി മതപണ്ഡിതന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി അല്ലെങ്കിൽ അവരുമായി സംസാരിച്ചുകൊണ്ട് ഈ ഒരു മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പ്രതീക്ഷ കൈവെടിയാതെ തന്നെ ഈ ശ്രമം തുടരുകയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഇന്നായിരുന്നു നടപ്പാക്കേണ്ട ഉത്തരവ് നേരത്തെ ഇറങ്ങിയിരുന്നത്. എന്തായാലും ഇന്നലെ വളരെ ആശ്വാസകരമായി ഈ ഒരു വധശിക്ഷ നീട്ടിക്കൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ ലഭിക്കുകയും ഈ ഇവരുടെ കുടുംബം അടക്കമല്ലാതെ ഇതിന് വഴങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും നൽകാൻ കഴിയില്ല, മാത്രമല്ല ഇതിലൊരു ഒത്തുതീർപ്പ് തയ്യാറല്ല എന്ന രീതിയിൽ ഈ തലാലിൻ്റെ സഹോദരൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഒരു ആശങ്ക ഉണർത്തിയിരിക്കുകയാണ് ഷമി.